മെച്ചപ്പെട്ട ഒരു സിസ്റ്റത്തെ എങ്ങനെ തകരാറിലാക്കി തരാം എന്ന് കാണിച്ചു തരികയാണ് സംസ്ഥാന സർക്കാർ. 3 ആഴ്ച കൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യരംഗം താറുമാറായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധം പാളുകയാണ്. രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്കുകളിൽ പോലും വ്യക്തത വരുത്താൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വയനാട്ടിൽ 25 പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുമ്പോൾ 2 പേർക്ക് മാത്രമാണ് രോഗബാധയെന്നാണ് DMOയും കൃഷിമന്ത്രി ടി സിദ്ദിഖും പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഷിഗല്ല രോഗ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ രോഗബാധിതരുടെ യഥാർത്ഥ കണക്കെന്ത്, എങ്ങനെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല 2 മന്ത്രിമാരും വ്യത്യസ്തമായ പല കണക്കുകളാണ് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയമാണിന്ന് ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിഗല്ല രോഗത്തിൻ്റെ കണക്ക് സംബന്ധിച്ച് മന്ത്രി കെ മുരളീധരനും അതോടൊപ്പം തന്നെ ടി സിദ്ദിഖും പറഞ്ഞ വാക്കുകൾ കേട്ട ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. 25 കുട്ടികൾ ആശുപത്രിയിലുണ്ട്. 21 പേരാണ് സ്ഥിരീകരിച്ചത്. 4 പേര് നിരീക്ഷണത്തിലാണ്. വയനാട്ടിൽ 21 പേർക്ക് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 കുട്ടികളുടെ നിരീക്ഷണത്തിലാണ്. പക്ഷേ എല്ലാ കുട്ടികളും 8 വയസ്സിന് മുകളിലായതുകൊണ്ട് 8 വയസ്സിന് താഴേക്ക് മരിച്ചതൊക്കെ 4 വയസ്സുള്ള കുട്ടിയാണ്. 5 വയസ്സിന് താഴെ വരുമ്പോഴാണ് ഏറ്റവും ഡേഞ്ചർ. ഇതുവരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത കുട്ടികളെല്ലാം 8 വയസ്സിന് മുകളിലുള്ള. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ഭയാശങ്കയ്ക്ക് അവകാശമില്ല. ഇപ്പോൾ സ്ഥിതികൾ കൺട്രോളാണ്. വയനാട് കൽപ്പറ്റ MLA കൂടിയായിട്ടുള്ള സിദ്ദിഖും IC ബാലകൃഷ്ണൻ അവിടെ തന്നെ സ്പോട്ടിലുണ്ട്. ബാക്കി ഞാൻ നാളെ വൈകുന്നേരം നാളത്തെ ഈ കോഴിക്കോട് അദാലത്തിന് ശേഷം ഉടൻ തന്നെ വയനാട്ടിൽ ചെല്ലുന്നതാണ്. നാളെ എല്ലാ സ്ഥിതിഗതിയും വിലയിരുത്തി മെഡിക്കൽ ടീം നമ്മൾ ഒരു മെച്ചം കിട്ടിയത് മുഖ്യമന്ത്രിയാണ് ആവശ്യപ്പെട്ടത് ഒരു മെഡിക്കൽ ടീമിനെ അർജന്റായിട്ട് അയക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അർജന്റായിട്ട് മെഡിക്കൽ ടീമിനെ അയച്ചു. അവർ നല്ല സേവനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപകടത്തിൽ നിന്ന് ആ കുട്ടികളെ രക്ഷിക്കാൻ കഴിയും. ഇന്നുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം, 2 കുട്ടികളുടെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതൊരു അലാമിംഗ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ മുഴുവൻ സ്വീകരിക്കാനുള്ള മാർഗനിർദ്ദേശം ഓൾറെഡി നൽകി കഴിഞ്ഞു. ഈ വിഷയത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV ജോഷില ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജോഷില, മുൻപ് LDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ചെറിയ ചില പിശകുകൾ കാട്ടി ഈ സിസ്റ്റം തകരാറിലായി എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്നത്. ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ട് വലിയ ഭീതി ജനങ്ങൾക്കിടയിൽ ഉയരുമ്പോഴും എത്ര പേർക്ക് രോഗം ബാധിച്ചു, എന്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് നടപടിക്രമങ്ങൾ എന്ന് പറയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യ സംവിധാനം ആകെ താറുമാറായിരിക്കുന്നു. ഈ 2 മന്ത്രിമാർ പറഞ്ഞതിലുണ്ട് എങ്ങനെയാണ് ഈ സംവിധാനത്തെ സർക്കാർ നോക്കിക്കാണുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ആരോഗ്യ സംവിധാനത്തിൻ്റെ ചുമതലയുള്ള കെ മുരളീധരൻ പറയുന്നത് 25 പേർക്ക് ഈ രോഗം ബാധിച്ചു എന്നതാണ്. 2 പേർക്ക് മാത്രമാണ് ബാധിച്ചതെന്ന് മന്ത്രി ടി സിദ്ദിഖും പറയുന്നു. ഇതിലേതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? നിലവിൽ എന്താണ് വയനാട്ടിലെ ഒരു സാഹചര്യം? മന്ത്രിമാരുടെ പ്രസ്താവനയ്ക്കും അപ്പുറം യാഥാർത്ഥ്യം എന്താണ് വയനാട്ടിൽ ഷിഗല്ല രോഗബാധിതരുടെ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാരിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടു ശീലിച്ച ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും ജാഗ്രതയോടുകൂടി ഒരു പാനിക്കായ ഒരു സിറ്റുവേഷനിൽ അതിന് ആളുകളെ എങ്ങനെ ആത്മനിയന്ത്രണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം, അതുപോലെ തന്നെ അവരുടെ മാനസികാവസ്ഥ ആശങ്കപ്പെടാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലേക്ക് ഒരു സിസ്റ്റത്തെ കൊണ്ടുപോകാൻ കൃത്യമായും എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ യോജിച്ചു നിന്നുകൊണ്ട് അത് സർക്കാരും, അതായത് ആരോഗ്യമന്ത്രിയായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാരായാലും ആ രോഗികളായാലും എല്ലാവരും ഒരേ ജാഗ്രതയോടുകൂടി, നാട്ടുകാരായാലും ഒരേ ജാഗ്രതയോടുകൂടി എല്ലാ സിസ്റ്റവും ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കണ്ടുശീലിച്ചത്, കഴിഞ്ഞ 10 വർഷമായി കണ്ടുശീലിച്ചത്. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സെൻറ്റ് ബസേലിയസ് സ്കൂളിലെ AUP സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ പനി, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളുമായി പല ആശുപത്രികളിലേക്ക് കുട്ടികൾ ചികിത്സ തേടി എത്തുന്നത്. വെള്ളിയാഴ്ചയോടുകൂടി ഈ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം 443 കുട്ടികളാണ് ഈ ഒറ്റ സ്കൂളിൽ നിന്നും 443 കുട്ടികൾ
ചികിത്സ തേടുന്ന വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടുന്ന അവസ്ഥയുണ്ടായി. ഈ 443 കുട്ടികൾ വരുന്നതിനോടൊപ്പം തന്നെ 5 കുട്ടികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുന്നു. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് 2 കുട്ടികളിൽ ഷിഗല്ല സ്ഥിരീകരിക്കുന്നത്. ഇതാണ് മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ട് ഇതുവരെ ആരോഗ്യമന്ത്രിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം മെഡിക്കൽ റിപ്പോർട്ട് എന്താണെന്ന് അന്വേഷിക്കാനോ മറ്റുള്ള കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനോ ആശുപത്രികളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനോ ഉള്ള ഒരു ജാഗ്രത ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വാക്കുകൾ. 25 കുട്ടികൾ ചികിത്സയിലുണ്ട്, 21 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇങ്ങനെയൊക്കെ മൈക്ക് മുന്നിൽ കണ്ടാൽ ആളുകളെ ആശങ്കയിലാഴ്ത്തുന്ന വിധം നമ്മൾ എപ്പോഴും കുട്ടികളുടെ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഒരു രോഗം പടരുന്നു എന്നുള്ള ഒരു ചിന്ത നാട്ടുകാരിൽ ഉണ്ടായാലുണ്ടാകുന്ന ഒരു വ്യഗ്രത, ആശങ്ക ഇതൊക്കെ തന്നെ മുന്നിൽ കാണാതെയാണ് ഒരു ഭരണാധികാരി നിന്നുകൊണ്ട് 25 പേർക്ക് ഷിഗല്ല വന്നു, 25 പേർ ചികിത്സയിലാണ്, 21 പേർ സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതുവരെ അത് തിരുത്തി പറയാൻ കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ വയനാട് ചേർന്ന ജില്ലാതല ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മന്ത്രി ടി സിദ്ദിഖ് പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ MLA മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ DMO ഇക്കാര്യം വിശദീകരിക്കുകയുണ്ടായി. 2 കുട്ടികളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചതെന്നും അതുപോലെ തന്നെ അതിന് കൃത്യമായ കണക്ക് 839 കുട്ടികളാണ് കോളിയോട് ബസേലിയസ് സെന്റ് തോമസ് സ്കൂളിൽ AUP സ്കൂളിൽ പഠിക്കുന്നത് എന്നുള്ളതും ഈ കുട്ടികളിൽ 443 പേർ ചികിത്സയിലുണ്ടെന്നും സമാനമായ ലക്ഷണങ്ങളോടുകൂടി ചികിത്സ തേടിയിട്ടുണ്ടെന്നും ഇതിൽ 68 കുട്ടികളാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ച് അവരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതെന്നുമുള്ള കണക്കുകൾ ഇന്ന് DMO കൃത്യമായും ഈ ടി സിദ്ദിഖിന്റെ സ്വാഭാവികമായും ജോഷില ഒരു സംശയം ഉയരുന്നത് ഈ 860ഓളം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കോളിയാട് സ്കൂളിൽ പഠിക്കുന്നു. അതിൽ 400ഓളം പേർക്ക് രോഗം ബാധിച്ചു എന്ന് പറയുന്നു. അതിൽ 5 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. മറ്റു കുട്ടികളുടെ സാഹചര്യം, അവർക്ക് എന്ത് അസുഖമാണ് ബാധിച്ചതെന്ന് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം അവസ്ഥകൾ, ഈ രോഗങ്ങൾ വരുമ്പോൾ കൃത്യമായ ഡാറ്റയാണ്. ഇത്ര കുട്ടികൾക്ക് ഈ രോഗം ബാധിച്ചു, മറ്റു കുട്ടികൾക്ക് ഇന്ന അസുഖമാണുള്ളതെന്ന് കൃത്യമായ ഡാറ്റയാണുള്ളത്. ഇവിടെ DMO കൂടി ഇരുന്ന വേദിയിലായിരിക്കണം മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞത് 2 പേർക്ക് മാത്രമാണെന്നുള്ളത്. എങ്ങനെയാണ് ഒരു സംവിധാനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കൃത്യമായൊരു ഡാറ്റ ഇവരുടെ കയ്യിലില്ല. മറ്റു കുട്ടികൾക്ക് ബാധിച്ച രോഗമെന്തെന്ന് സംബന്ധിച്ചില്ല. എങ്ങനെയാണ് ഈ രോഗവ്യാപനത്തിന് ഇടയാക്കിയെന്ന് സംബന്ധിച്ച് വ്യക്തമായ മറുപടി വരാൻ കഴിയുന്നുണ്ടോ? എന്താണ് നിലവിൽ ഒരു സാഹചര്യം? DMO ഉൾപ്പെടെ എന്താണ് കൃത്യമായി പറഞ്ഞത്? DMO പറഞ്ഞത് കേട്ടിട്ടായിരിക്കണമല്ലോ മന്ത്രി പറഞ്ഞത്. DMO മറ്റെന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടോ ഇതുവരെ വാർത്താ സമ്മേളനത്തിൽ? ജോഷിന് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് മറ്റെന്തെങ്കിലും വിശദീകരിച്ചോ? സിജു, ഇതിൽ 5 കുട്ടികൾക്കല്ല 2 കുട്ടികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചുള്ളത്. 5 കുട്ടികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 21 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിലും ആലപ്പുഴ NIVയിലുമാണ് ഇത്തരത്തിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് വരണം. എന്നാൽ എല്ലാ കുട്ടികൾക്കും സമാനമായ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഉള്ളത്. അത് ഒരുപക്ഷെ ഷിഗല്ല ആയിരിക്കാം എന്നുള്ളത്. നേരത്തെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള കാര്യം DMO അടക്കം, അതായത് ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി, വ്യാഴാഴ്ചയാണ് ഇവരെ പ്രവേശിപ്പിക്കുന്നത്, വെള്ളിയാഴ്ചയോടുകൂടി തന്നെ DMO അടക്കമുള്ള ആളുകൾ ഈ ഒരു സ്ഥിരീകരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള അതിന്റെ കൂടുതൽ ഈ രോഗവുമായി ബന്ധപ്പെട്ട അതിന്റെ അവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് ജോഷ്ലയിലേക്ക് വളരെ വേഗം മടങ്ങി വരും. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ കൂടി നമുക്ക് പറ്റിയിരിക്കണം. A സജീവൻ, എങ്ങനെയാണ് ഒരു സിസ്റ്റം തകരാറിലാക്കാൻ പറ്റുക എന്നുള്ളതിൽ ഗവേഷണം നടത്തുകയാണെന്ന് തോന്നുന്നു സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രിയും കൃഷിമന്ത്രിയും അടക്കമുള്ളവർ. ഷിഗല്ല എന്ന് പറയുന്ന രോഗം പടർന്നു പിടിച്ചത് സംബന്ധിച്ച കണക്കുകൾ 2 മന്ത്രിമാർ 2 കണക്കാണ് പറയുന്നത്. അതിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നത് 25 പേർ രോഗബാധിതരായി. കൃഷിമന്ത്രി വയനാടുകാരൻ കൂടി, വയനാട്ടിൻ്റെ ചുമതലയുള്ള കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറയുന്നത് 2 പേർക്ക് മാത്രമാണെന്നുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടിലേക്ക്, അതായത് കൃത്യമായൊരു ഡാറ്റ പോലും ഇല്ലാതെയാണോ ജനങ്ങളോട്, മാധ്യമങ്ങളോട് ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുക? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സിസ്റ്റം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. വളരെ തകരാറിലായ ഒരു സിസ്റ്റമാണ്. കൃത്യമായ കണക്കില്ല. ഇവരെന്താണ് കാട്ടിക്കൂടുന്നത്? 3 ആഴ്ച കൊണ്ട് ഒരു ആരോഗ്യ മേഖലയാകെ താറുമാറാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴൊക്കെ നമുക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയാവുന്നത്
കൃത്യമായ കണക്കുകൾ, ആ രോഗത്തെ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭരണകർത്താക്കൾക്ക് കൃത്യമായി ഇന്ന ഇത്ര രോഗികൾ ഉണ്ട്, ഇത്ര രോഗികൾ രോഗവിമുക്തരായി, ഇത്ര രോഗികൾക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിരുന്നു, ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് ഏറ്റവും വലിയ മഹാമാരികളായിട്ടാണല്ലോ ഇപ്പോൾ ഈ രണ്ടും, നിപ്പയാണെങ്കിലും ഈ കോവിഡ്, അതിനേക്കാൾ ഭീകരമായിട്ട് കോവിഡ് ആണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ ഷിഗല്ലയുടെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ തന്നെ പറഞ്ഞ പോലെ 2 മന്ത്രിമാർ, അത് ഒന്നോ രണ്ടോ എണ്ണത്തിന്റെ വ്യത്യാസമല്ല, അതിഭീകരമായ രൂപത്തിൽ വ്യത്യാസമാണ് പറയുന്നത്. കൃഷിമന്ത്രി പറയുന്നത് തികച്ചും 2 എണ്ണം മാത്രമാണെന്ന് പറയുന്നു. അതേസമയത്ത് ആരോഗ്യമന്ത്രി ഈ രോഗത്തെക്കുറിച്ച് പറയാൻ കുറെ കൂടി ആധികാരികമായിട്ട് പറയേണ്ട ആളായിട്ടുള്ള ആരോഗ്യമന്ത്രി വളരെ കൂടിയ കണക്കാണ് പറയുന്നത്. അപ്പൊ സർക്കാരിന്റെ കയ്യിലുള്ള കണക്കെന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. ഇങ്ങനെ കൃത്യമായ കണക്കില്ലാതെ ഇത്തരം മഹാമാരികളെ തടയാൻ, അതിന്റെ വ്യാപനം ഇല്ലാതാക്കാൻ, രോഗികൾക്ക് വേണ്ട ചികിത്സ നൽകാൻ വളരെ പ്രയാസമായിരിക്കും. അതാണ് ഇപ്പൊ നമ്മുടെ നാട് നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന്. കാരണം ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സ വേണം, എത്ര മരുന്ന് വേണം, അതൊക്കെ സ്റ്റോക്ക് ചെയ്യേണ്ടതാണ്, അതെല്ലാം ഉണ്ട്. വെറും 2 രോഗികൾക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തില് ഈ 3.25 കോടിയോളം ജനസംഖ്യയുള്ള കേരളത്തില് 2 പേർക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ അതൊരു വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എണ്ണം മാത്രമാണ്. പക്ഷെ ഇത് വ്യാപനമാണ്, വല്ലാണ്ട് കൂടുന്നുണ്ട്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഈ ആരോഗ്യമന്ത്രി പറഞ്ഞ എണ്ണത്തിലേക്ക് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തടയാനുള്ള വളരെ സത്വരമായിട്ടുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ ശരിയായ ഡാറ്റ നമ്മളുടെ കൈവശം ഉണ്ടാവേണ്ടതുണ്ട്. അത് നാട്ടുകാരുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, സർക്കാരിന്റെ കയ്യിലാണ് ഉണ്ടാവേണ്ടത്. സർക്കാരിന്റെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഓരോ മന്ത്രിമാർക്കും ഓരോ കണക്കായിട്ട് വന്നാൽ, ഓരോ ഉദ്യോഗസ്ഥനും ഓരോ കണക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഒരിക്കൽ പോലും ശരിയായ ഫലപ്രദമായിട്ടുള്ള പ്രതിവിധികളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒന്നായിട്ട് മാറും. ശ്രീ എ സജീവൻ, താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ആദ്യം താങ്കൾ പറഞ്ഞത് ഈ നിപ്പ അടക്കമുള്ള കോവിഡ് ആ സാഹചര്യങ്ങളിലടക്കം കേരളം എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്, അതിലേറ്റവും പ്രധാനമായത് ഡാറ്റ തന്നെയാണ്. ഇത്ര ആളുകൾക്ക് ഈ രോഗം ബാധിച്ചു, ഇനി ഇത്ര ആളുകൾ നിരീക്ഷണത്തിലാണ്, ഇതൊരു കൃത്യം ഡാറ്റയാണ്. ഇവിടെ ഏറ്റവും ഗൗരവതരമായ വിഷയം ഉയരുന്നത് ഈ ആരോഗ്യ സംവിധാനത്തിൽ DMO എന്ന് പറയുന്നത് സ്വാഭാവികമായും ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ആരോഗ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആളുമാണ്. അങ്ങനെയുള്ള DMO ഒരു കണക്ക് കൊടുക്കുമ്പോൾ മറ്റൊരു കണക്ക്, ആ കണക്കിനെ അതിജീവിച്ചുകൊണ്ട് കൃഷിമന്ത്രി മറ്റൊരു കണക്ക് പറയുകയും ചെയ്യുന്നു. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം ജനങ്ങളുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട ചുമതലയുള്ള ആരോഗ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കണക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യരംഗം തകർന്നു പോയിരിക്കുന്നത് എന്നുള്ള വല്ലാത്തൊരു ആശങ്ക ഉയരുന്നില്ലേ? ഈ ഡാറ്റ സ്വാഭാവികമായി എടുക്കണമെങ്കിൽ ആ മന്ത്രി എന്ന് പറയുന്ന ആൾക്ക് ഒരേ സമയം തന്നെ മന്ത്രിയുടെ ചുമതല അദ്ദേഹം ഉത്തരവാദിത്തോടെ നിർവഹിക്കണം, ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജനങ്ങളോട് താല്പര്യമുണ്ടായിരിക്കണം. നോക്കൂ, ഇവിടെ 800-ലേറെ കുട്ടികൾക്കാണ് ആ സ്കൂളിൽ പഠിക്കുന്നത്, 400-ലേറെ പേർക്ക് രോഗം വന്നു എന്നാണ് പറയുന്നത്. അതിൽ ഷിഗല്ല മാത്രം എടുത്തു കഴിഞ്ഞാൽ മാറ്റിയാൽ മറ്റു കുട്ടികൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. അവർക്ക് ഏത് രോഗമാണ് വന്നത്? ഒരു ഡാറ്റയും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ആരോഗ്യമന്ത്രിയെ തുടരാൻ കഴിയുന്നു? വളരെ ലാഘവത്തോടെ ഇന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ആ ഉന്നത യോഗം ചേരുമ്പോൾ അവിടെ സിദ്ദിഖുണ്ട്, IC ബാലകൃഷ്ണനുണ്ട്, ഞാൻ വേറെ എവിടെയാണ്. ഇദ്ദേഹത്തിന് പിന്നെ എന്താണ് ജോലി എന്ന് ജനം ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതാണ് ഒരു വലിയ പ്രശ്നം. കാരണം നമുക്ക് ഒരു രോഗത്തെ, അത് സാംക്രമികമായിട്ട് വരാൻ സാധ്യതയുള്ള ഏത് രോഗത്തെയും ഫലപ്രദമായിട്ട് തടയണമെങ്കിൽ, അത് വലിയ ദുരന്തത്തിലേക്ക് പോവാത്ത രൂപത്തിൽ, കൂടുതൽ ആളുകളുടെ മരണത്തിലേക്ക് പോവാത്ത രൂപത്തിൽ തടയണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകണം. ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷവും അതിന് വ്യക്തമായിട്ടുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാവണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിപ്പയുടെ കാര്യത്തിലാണെങ്കിലും അതിനേക്കാൾ ഗംഭീരമായിട്ട് കോവിഡിന്റെ കാര്യത്തിൽ, കോവിഡൊക്കെ വ്യാപനം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉത്തരേന്ത്യയിലെ സ്ഥിതിയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അവിടെയൊക്കെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നദികളിലൂടെയൊക്കെ. ആ സമയത്താണ് കേരളത്തിൽ വലിയ കൃത്യമായ ലോക്ക്ഡൌൺ ഉണ്ടാവുന്നു, വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാവുന്നു. ഓരോ ദിവസവും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയും, ഇത്ര പേർക്ക് രോഗം വന്നു, ഇത്ര പേര് രോഗവിമുക്തരായി, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അതാണ് സത്യത്തിൽ രോഗത്തിനെ തടയാനുള്ളത്. നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യണമെങ്കിൽ ഏതൊക്കെ വഴിക്കാണ് രോഗം വരുന്നത്, എങ്ങനെയൊക്കെയാണ് തടയാൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങളുണ്ടാവണം. അത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാർ എന്തോ ചെയ്യുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഉദ്ഘാടനത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അവിടെ ഈ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ, ബാക്കിയുള്ള ജീവനക്കാരെ, എല്ലാ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരേപോലെ മുന്നോട്ടേക്ക് നീക്കാൻ, അത് വളരെ കൃത്യമായ രൂപത്തിലുള്ള ചലനം ഉണ്ടാവണമെങ്കിൽ, ഒരേ രീതിയിൽ പോകണമെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആൾ തന്നെ ഉണ്ടാവണം. അപ്പോ അതിന് കണക്കും കയ്യും ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ രോഗം ഈ മന്ത്രിക്ക് കൃത്യമായ കണക്കറിയില്ല എന്നുകൊണ്ട് രോഗം വ്യാപിക്കാതിരിക്കില്ല. അപ്പൊ വ്യാപിക്കാതിരിക്കണമെങ്കിൽ ഫലപ്രദമായ രീതിയിലുള്ള കാര്യം, അത് ചികിത്സ കൃത്യമായി കിട്ടണം, വ്യാപനം തടയാൻ വേണ്ട നടപടികൾ ഉണ്ടാവണം, ആവശ്യമായ മരുന്നും മറ്റ് സജ്ജീകരണങ്ങളും വേണം. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഷിഗല്ല ഭീകരമായ രൂപത്തിൽ പടർന്നു പിടിക്കുകയാണെന്ന് വിചാരിക്കുക, അത് പിടിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സംഭവിച്ചാൽ ആദ്യഘട്ടത്തിൽ കോവിഡിനെ കുറിച്ചുള്ള ധാരണ പോലും അതായിരുന്നല്ലോ, ഒന്നും സംഭവിക്കില്ല. പക്ഷെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ പ്രശ്നം, അത് സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി തന്നെ ആദ്യം അറിഞ്ഞു വെക്കണം. അറിയണമെങ്കിൽ ഡാറ്റയാണ് വേണ്ടത്. ആ ഡാറ്റയുടെ കാര്യത്തിൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ അതിന്റെ അർത്ഥം ഇത് വേണ്ട രൂപത്തിലുള്ള ഒരു സംവിധാനത്തോടു കൂടിയല്ല ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. ശ്രീ എസ് അജീർ, ഒരു കാര്യം കൂടി നമുക്കറിയാം, ഈ പ്രവർത്തിക്കുന്ന കേരള മോഡൽ, ആരോഗ്യരംഗത്തെ കേരള മോഡൽ എന്ന് പറയുന്നുണ്ട്. അതിൽ ആ ആരോഗ്യരംഗത്തെ കേരള മോഡൽ അങ്ങനെ ആക്കിയെടുത്തതിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾക്ക് വലിയ തരത്തിൽ പങ്കുണ്ട്. കഴിഞ്ഞ 2 ടേമുകളിലായി 10 വർഷക്കാലം ഭരിച്ച പിണറായി സർക്കാർ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നടത്തിയ ഇടപെടലുകൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അടക്കം നടത്തിയ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ മഹാമാരികൾ വന്നപ്പോൾ നേരിട്ടത് എങ്ങനെ, അങ്ങനെ ഒരു സിസ്റ്റം, കൃത്യമായ ഡാറ്റ ഡോക്യുമെൻറ്റേഷൻ, അതോടൊപ്പം തന്നെ ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി പോകുന്ന ഒരു സംവിധാനം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷേ നിലവിലുള്ള ഇവരുടെ ഈ കൈകാര്യം ചെയ്യൽ, ഈ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ അടക്കമുള്ള ഈ മേഖല, ഷിഗല്ല അടക്കമുള്ള ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മോഡൽ, ആ സിസ്റ്റം പൊളിക്കുമോ എന്നൊരാശങ്ക ഉയരുന്നുണ്ട്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത്? അല്ല, ശരിയായ രൂപത്തിൽ ഒരു സർക്കാർ പോയി മറ്റൊരു സർക്കാർ വരിക എന്ന് പറയുന്ന അർത്ഥം ആദ്യത്തെ സർക്കാർ ചെയ്തതിന് വിരുദ്ധമായി ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ആ കൊണ്ടുവന്നിട്ടുള്ള രീതി, സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിന് എവിടെയെങ്കിലൊക്കെ ഇടച്ചിലുണ്ടായാൽ സ്വാഭാവികമായിട്ട് ആ സംവിധാനം പൂർണ്ണമായിട്ടും തകരും. നമുക്കറിയാവുന്നതല്ല, നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മുന്നോട്ടേക്കുള്ള രീതിയിൽ പ്രിഫറൽ രീതിയിൽ നിന്ന് വന്നിട്ട് അവസാനം റെഫറൽ സിസ്റ്റത്തിലേക്ക് പോകുന്ന രൂപത്തിലുണ്ട്. അതിന്റെ സംവിധാനം ഓരോ തലത്തിലും വേണ്ട, പൂർണ്ണമായി ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ അറിയാമല്ലോ, PS സെന്ററുകൾ എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ പഴയ പോലെയല്ല, വളരെ കൃത്യമായ രൂപത്തിൽ ഡോക്ടർമാർ വരുന്നുണ്ട്. നിരന്തരമായിട്ട് രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പ്രൈവറ്റിലേക്ക് പോകുന്നതിന് പകരം നേരിട്ട് ഇത്തരം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്ററിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള രീതിയിലേക്ക് ജില്ലാ ആശുപത്രികളിലേക്ക് പോകുന്നു. ഇതൊക്കെ അങ്ങനെ വരുമ്പോൾ അത് സിസ്റ്റം കറക്റ്റ് ആവുമ്പോൾ ഈ റെഫറൽ ഹോസ്പിറ്റൽ, ഇപ്പം മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനത്തിൽ കുറെ കൂടി ആശ്വാസം കിട്ടും. എല്ലാ ചെറിയ രോഗം വന്ന ആളുകളും അവിടേക്ക് എത്തേണ്ട, രോഗം വന്ന ഉടൻ തന്നെ ഡോക്ടറെ കാണാനുള്ള അവസരം. അത് സത്യത്തിൽ നമ്മുടെ കേരള മോഡലായിട്ട് മാറുന്നത് വിദേശത്തൊക്കെ പോയാൽ നമുക്കറിയാം. അവിടെയൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ എളുപ്പമല്ല. നമുക്ക് ഒരു ജീവൻ പോകുന്ന ഒരവസ്ഥയിലാണ് അവർ പിന്നെ പെട്ടെന്ന് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടൊക്കെ ചികിത്സിക്കും. പക്ഷെ മറ്റൊന്നിന് പലപ്പോഴും ഇത് വന്നു കഴിഞ്ഞാലും കാത്തിരിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡിന് നമ്മളിവിടെ നടത്തിയിട്ടുള്ള ഈ സംവിധാനങ്ങൾ വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന യുകെയിലൊക്കെ അവിടെ ഈ രോഗം വന്ന പല ആളുകളും വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഈ പ്രത്യേക കേന്ദ്രങ്ങളിൽ പോയിട്ടോ അതിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത്തരം അവിടെ ഇരുന്ന് രക്ഷപ്പെട്ടു എന്നുകൊണ്ട് അവരുടെ ഭാഗ്യം കൊണ്ടാണ് അവിടെ രക്ഷപ്പെടുന്നത്. അല്ലാതെ മറ്റു ചികിത്സകൾ സർക്കാരിന്റെ ഭാഗത്തുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഇതാണുള്ളത്. അപ്പൊ നമ്മൾ ഈ സംവിധാനം ഇപ്പോൾ ഉള്ളതിന് എന്തെങ്കിലുമൊക്കെ തകരാറുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കുറെ കൂടി മെച്ചപ്പെടുത്തി എടുക്കണമെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിന്റെ അടിവേര് അവത്തിട്ട് കാര്യമില്ല. അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള സംവിധാനത്തിന്റെ മുകളിൽ കുറെ കൂടി അതിന്റെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ പാളിച്ചകൾ തീർത്തുകൊണ്ട് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ ഈ സംവിധാനം നേരത്തെ LDF സർക്കാർ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വിചാരിച്ചാൽ അത് നമ്മുടെ ഈ ആരോഗ്യ രംഗത്തെ പൂർണ്ണമായിട്ടും തകർക്കുകയേ ഉള്ളൂ.
ശരി, വളരെ നന്ദി ശ്രീ എസ് സജീവൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. താങ്കൾ പറഞ്ഞ ചില വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ, ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ നേതൃത്വം നൽകുന്നയാളെന്ന് പറയുമ്പോൾ കൃത്യമായ ഡാറ്റ വേണം. ആ ഡാറ്റ വേണമെങ്കിൽ അതിന് താഴെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമാകണം. അങ്ങനെ കാര്യക്ഷമമല്ലാത്ത ഒരു സംവിധാനമായി കേരളത്തിലെ ആരോഗ്യരംഗം മാറുന്നുണ്ടോ എന്ന് സംശയം ഉടലെടുക്കുന്നുണ്ട്. അത് സംബന്ധിച്ച സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശ്രീ എസ് സജീവനും പങ്കുവച്ചത്. പി വി ജോഷ്ല ഒരിക്കൽ കൂടി വയനാട്ടിൽ നിന്ന് ചേർന്നു. ജോഷ്ല, ഒരുപക്ഷെ നേരത്തെ എസ് സജീവൻ അടക്കം ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ഡേറ്റ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ്. ഇപ്പോൾ ഈ വയനാട്ടിൽ ഈ രോഗം ബാധിച്ച ഈ 400 കുട്ടികളുണ്ട്. അതിൽ 5 പേർക്ക് 2 പേർക്ക് മാത്രമാണ് ഷിഗല്ല എന്ന കാര്യമാണ് ടി സിദ്ദിഖ് പറഞ്ഞത്. 25 പേരുടെ കണക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക്, അതായത് DMO കൂടിയിരിക്കുന്ന വേദിയിലാണ് മന്ത്രി ടി സിദ്ദിഖ് പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളടക്കം നടക്കുന്നത്? അതിന് സംവിധാനം, ആരോഗ്യ സംവിധാനം എത്രത്തോളം എക്യുപ്ഡ് ആണ്? വയനാട് ജില്ലയിൽ എത്രത്തോളം ആരോഗ്യ മേഖലയിൽ ഈ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട്? മറ്റെവിടെയെങ്കിലും പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സിജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബത്തേരിയിലെ ആശുപത്രി, താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ്, ഇതിലൊക്കെ തന്നെ സർക്കാർ ഉണ്ടാക്കിയ വലിയ നേട്ടങ്ങളുണ്ട്. ഇപ്പം തലപ്പുഴയിലെ ആശുപത്രി ആയാലും സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കിയ വലിയ നേട്ടങ്ങളുണ്ട്. ആ സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ട്, ആരോഗ്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം അത് ഇന്ന് ടി സിദ്ദിഖ് മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്ന ഒരു കാര്യം കൂടിയാണ്. സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആ ഒരു സംവിധാനങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ നേരിടാം എന്നാണ് ടി സിദ്ദിഖ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി, ഇതിൻ്റെ ഒരു ജാഗ്രത കുറവിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് CPIM ബത്തേരി ഏരിയ കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതായത് ഇതുവരെ ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ട് 5 ദിവസമായി, അതായത് ഈ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ട് 5 ദിവസത്തിലേറെയായി, ഇതുവരെ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ വിഷയം. ഈ ഉറവിടം കണ്ടെത്താൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ആരോഗ്യ മേഖല കുത്തഴിഞ്ഞിരിക്കുന്നതിന് പറയും. ഇപ്പോൾ CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കൂടി നമുക്ക് പഞ്ചരിയാണ്. ശ്രീ റഫീഖ്, എങ്ങനെയാണ് ഒരു സിസ്റ്റം ആക്കിയതെന്ന് ഷിഗല്ല രോഗത്തിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ 2 മന്ത്രിമാർ 2 കണക്കുകൾ പറയുന്നു. വ്യക്തതയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ്. എവിടെയാണ് രോഗത്തിൻ്റെ ഉറവിടം? എങ്ങനെയാണ് അതിനെ തടയുന്നത്? ഒരു വ്യക്തമായ കണക്ക് പോലും പറയാൻ കഴിയുന്നില്ല. സിസ്റ്റം തകരാറിലായി. വീണ ജോർജ് ഭരിച്ചിരുന്നപ്പോൾ സിസ്റ്റം തകരാറിലായിരുന്നു പറഞ്ഞവരാണ് കേവലം 3 ആഴ്ച കൊണ്ട് വയനാട്ടിലെ ആരോഗ്യ സംവിധാനത്തെ ആകെ തകർത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത്രയും ഗൗരവമായ ഒരു വിഷയത്തെ വളരെ ലാഘവത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ സമീപിച്ചിട്ടുള്ളത്. ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും അങ്ങേയറ്റം ലാഘവബുദ്ധിയോടുകൂടിയാണ് ഇതിനെ സമീപിച്ചത് എന്നാണ് ഗൗരവമായിട്ടുള്ള കാര്യം. ഇത്രയധികം കുട്ടികൾക്ക് ഇങ്ങനെ ഈ നിലയിലുള്ള വിഷയം വരികയും ഇത്ര ദിവസങ്ങൾ പിന്നിടുകയും ചെയ്യുമ്പോഴും അതിന്റെ ഉറവിടം കണ്ടെത്താനോ ആവശ്യമായ കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കുന്നില്ല. കൃത്യമായ ഒരു കണക്ക് പോലും അവർക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. 2 മന്ത്രിമാർ 2 കണക്കുകൾ പറയുന്ന നിലയിലേക്ക് മാറുന്നു. ഇത് എത്രമാത്രം ഗൗരവമാണ് എന്നത് നമുക്കിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും ദിവസമായിട്ടും ഇതിന്റെ യഥാർത്ഥ ഉറവിടം പോലും കണ്ടെത്താൻ കഴിയാത്ത നിലയിലേക്ക് മാറുന്നു. എത്രമാത്രം താറുമാറായിരിക്കുന്നു ഈ ആരോഗ്യവകുപ്പ് ഇത്ര പെട്ടെന്ന് എന്നാണ് നമ്മൾ കാണേണ്ടത്. ഒരുപാട് ഇത്തരം രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും എല്ലാം നേരിട്ട് വളരെ സുദീർഘമായ നിലയിൽ പ്രവർത്തിച്ച സംവിധാനമായിരുന്നു നമ്മുടെ ആരോഗ്യവകുപ്പ്. എന്നാൽ ഇവിടെ ഇത്ര പെട്ടെന്ന് തന്നെ ഇതിനൊന്നും ഉത്തരവാദിത്തമില്ലാതെ ഇതിനെല്ലാം പ്രാധാന്യം അവർ കൊടുക്കുന്നത് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രിയുടെ തന്നെ ചില പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ വന്ന് നമ്മൾ കണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള നിലപാട് ഈ കുട്ടികളെ വെച്ചുൾപ്പെടെ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പം തീർച്ചയായും കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് സംബന്ധിച്ച് ഉറവിടം കണ്ടെത്തണം. ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ തയ്യാറാവണം. ഇതിന്റെ ഭാഗമായി ഇപ്പൊ മഴക്കാലമാണ്. അതിനുള്ള ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താനോ സംവിധാനങ്ങൾ ചെയ്യാനോ ഒന്നും ഇവർ തയ്യാറായിട്ടില്ലല്ലോ. ഇവർ അതിനിടയിൽ മന്ത്രിസ്ഥാനത്തെക്കുറിച്ചും പ്രസിഡന്റ് സ്റ്റാഫ് സ്ഥാനത്തെക്കുറിച്ചും ഒക്കെയുള്ള തർക്കത്തിലായിരുന്നല്ലോ ഇവർ. അതിനുള്ള സമയം അവർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അതിനെല്ലാം പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾ, അവിടെ അഡ്മിറ്റായ കുട്ടികളെ തന്നെ ഇത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. അങ്ങനെ വരെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു അവിടെ. അപ്പം എത്രമാത്രം
ഈ സംവിധാനം തകരാറിൽ വളരെ പെട്ടെന്ന് തന്നെ ആ തകരാറിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് ഈ ഒരു ഘട്ടത്തിൽ മറ്റു തരത്തിലേക്ക് പ്രതികരിക്കുന്നില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. വളരെ അടിയന്തരമായ ഗൗരവമായ ഇടപെടൽ ആരോഗ്യവകുപ്പ് ഇതുവരെ നടത്തിയിട്ടില്ല. ഇനിയെങ്കിലും നടത്താൻ തയ്യാറാകണം. സർക്കാർ ഇതിന്റെ ഗൗരവമായ സമീപനത്തോടുകൂടി സമീപിച്ചുകൊണ്ട് ആവശ്യമായ ചികിത്സയും ഇതിന് ഉറവിടം കണ്ടെത്തിക്കൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും പകർച്ച കൂടാതിരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ അടിയന്തരമായി ചെയ്യണമെന്നാണ് ഇത് സംബന്ധിച്ച് ആവശ്യപ്പെടുന്നത്. ശരി, വളരെ നന്ദി ശ്രീ കെ റഫീഖ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഷിഗല്ലയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഇരുട്ടിൽ തപ്പുകയാണ് സംസ്ഥാന സർക്കാർ. ആരോഗ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ കൃഷിമന്ത്രിക്കും രണ്ട് കണക്ക്, കൃത്യമായ ഒരു ഡാറ്റ പോലും ഇല്ലാതെയാണ് ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ ആരോഗ്യമേഖലയെ നയിക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരം. ഈവനിംഗ് ഡിബേറ്റ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. PV ജോഷിലെയാണ് ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ്, മന്ത്രിമാരുടെ ഇരുട്ടിൽ തപ്പുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത്.